എടാ തീറ്റി കാണുമ്പോ അഭ്യാസം മറക്കരുത്. തുടരട്ടെ. ഇതെല്ലാം ഞാൻ തന്നെ എടുക്കാം. ഭയങ്കര തണുപ്പെണ്ണ. വെറുതെ കളയണ്ടെന്ന് വെച്ച് തിന്നാനെണ്ണ എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് വീഡിയോയിൽ എനിക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു വന്നിരുന്നത്. സോ ഞാൻ ഇന്നും ഒരു ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പം എല്ലാം കൂടെ കിട്ടുന്ന രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡെന്ന് പറയുന്നത് നൂഡിൽസാണ്, മാഗി നൂഡിൽസാണ്. അപ്പം ഞാനിപ്പം ഓൾമോസ്റ്റ് 2.5 പ്ലേറ്റിനുള്ള ലൈക്ക് 2.5 പീസ് ഇട്ടിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം എത്രയും കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം ഫുള്ള് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കാം എന്തായാലും. അപ്പം ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് ഇത് കഴിച്ചു തീർക്കാനായിട്ട്. സോ കാണുന്ന നിങ്ങളും എക്സൈറ്റഡ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ടൈം കളയേണ്ട നേരെ ഫുഡ് കഴിക്കാം. ആക്ച്വലി ഈ ഫുഡൊന്നും അത്ര ഹെൽത്തി അല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ബട്ട് നമ്മളിതൊന്നും സ്ഥിരം കഴിക്കുന്നില്ലല്ലോ. അപ്പം അതേപോലൊക്കെ ഡയറ്റ് ചെയ്താൽ മതിയായിരിക്കും അല്ലേ. അപ്പം നമ്മൾ കഴിക്കാനുള്ള ഫുഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാട്ടർ എടുക്കാം. സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ കഴിച്ച് തീർക്കണമെന്നാണ് ആഗ്രഹം. ബട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ബൈറ്റ് എടുക്കാൻ പോവാണ്. മാഗിയുടെ ഫ്ലേവർ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ഞാൻ മാഗിയുടെ വെജിറ്റബിൾ നൂഡിൽസ് ആണ് എടുത്തിരിക്കുന്നത്. നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പം നമ്മുടെ മറ്റേ ഒരു ചിക്കൻ മാഗി അല്ലെങ്കിൽ നോർമൽ മാഗിയുടെ ഫ്ലേവറിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതേപോലെയാണ് ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് കെച്ചപ്പും കുറച്ച് പാസ്ത സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് വേറൊരു ഫ്ലേവർ അപ്പം അതിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ കേട്ടോ. കുറച്ച് സ്പൈസിയാണ്. അതുപോലെ തന്നെ ഞാനത് ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരമായി. അതുകൊണ്ട് കുറച്ചൊന്ന് ആ ഒരു ഗ്രേവി കൺസിസ്റ്റൻസി മാറിയിട്ട് കുറച്ചൊരു ഈ ഒരു രീതിയിലോട്ടായി. പത്ത് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം.
അപ്പോൾ ഇതിൻ്റെ ഒരു കാൽഭാഗം ഞാനിപ്പോൾ കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ പതുക്കെ തിന്നട, തൊണ്ടേ തങ്ങി ചത്തു. ഇതും മലമ്പാമ്പ് കോഴി തിന്നണ മാതിരി ഉണ്ടല്ലോ. ഓൾമോസ്റ്റ് തീരാറായി. പത്ത് മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഫിനിഷ് ആക്കിയിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കി. സോ നമ്മുടെ ചലഞ്ച് സക്സസ് ആയിട്ടുണ്ട്. ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു. അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ 10 രൂപയുടെ മാഗിയില്ലേ, ആ മാഗിയുടെ 2 പാക്കറ്റ് വരുന്നത്, 2 ഒരു 2.25 പോർഷൻ വരുന്നുണ്ട്. അപ്പം 2.25 പോർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഭയങ്കര ഹെവി ആയിട്ടുണ്ട് എനിക്ക്. ചലഞ്ച് ഷുഡ് ബി ചലഞ്ച്. സോ ഞാനത് ചലഞ്ചായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. സൺഡേ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അതുപോലെ ഞാൻ ഇതുപോലെ ഏതെങ്കിലും വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഞാനത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. സോ അപ്പം നമുക്ക് അടുത്തൊരു ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് വീഡിയോ ആയിട്ട് കാണാം. ബൈ.